ലോകം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇസ്ലാമാബാദിലേക്കാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇസ്ലാമാബാദ് ടോക്സ് നാളെ ആരംഭിക്കും. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ഖലിബാഫും ഇവരാണ് ഇറാനിയൻ ഡെലിഗേഷൻ. അവർ ഇസ്ലാമാബാദിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അതുപോലെ അമേരിക്കൻ ഡെലിഗേഷനിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അമേരിക്കയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ ഡെലിഗേഷനിൽ ഉൾപ്പെടുന്നത് സ്പെഷ്യൽ എൻവോയ് സ്റ്റീവ് വിറ്റ്കോഫ്, അതുപോലെ ട്രംപിൻ്റെ മരുമകൻ ജാരഡ് കുഷ്നർ. ഇവരാണ് അമേരിക്കൻ ഡെലിഗേഷനിൽ ചർച്ചകൾ നയിക്കുന്നത്. ഈ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ്, അമേരിക്കയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിരിക്കുന്നത്, ഇറാൻ സത്യസന്ധമായി ഈ ചർച്ചയ്ക്ക് തയ്യാറായി ഞങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ ഞങ്ങൾ അത് അതുപോലെ സ്വീകരിക്കും. പക്ഷേ ഞങ്ങളെ കളിപ്പിക്കാനാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അതിനൊരു ഇടവരുത്തില്ല. എന്ത് സ്ട്രാറ്റജിയാണ് ഈ നെഗോസിയേഷനിൽ എടുക്കേണ്ടത് എന്ന് ട്രംപ് വ്യക്തമായി തന്നെ അറിയിച്ചിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് JD വാൻസ് പറയുന്നത്. ഇസ്ലാമാബാദിൽ ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നതിന് അതിൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ ഭാഗമായി തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വലിയ തോതിലുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റുകളാണ് നടത്തിയിട്ടുള്ളത്. പൂർണ്ണ ഒരു സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഇസ്ലാമാബാദ്. ഏകദേശം 10,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് അവർ ഇസ്ലാമാബാദിൽ വിന്യസിച്ചിരിക്കുന്നത്. പോലീസ്, സൈന്യം, സ്പെഷ്യൽ കമാൻഡോസ് അവരെല്ലാം ഉണ്ട്. സ്കൂളുകൾ, ഓഫീസുകൾ ഇതിനൊക്കെ ഒരു ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെക്യൂരിറ്റി നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി. അതുപോലെ ലോകത്ത് നിന്നെമ്പാടും വരുന്ന മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് ഓൺ അറൈവൽ വിസ പാകിസ്ഥാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ചർച്ചയ്ക്ക് മുൻപായി പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷരീഫിന് നിരവധി ലോക നേതാക്കളാണ് ഇന്ന് ഫോൺ സംഭാഷണം നടത്തിയിട്ടുള്ളത് അദ്ദേഹമായി. ഇതിൽ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഒരു ലിസ്റ്റ് നോക്കിയാൽ തന്നെ ലോകം മുഴുവനും എത്ര ആകാംക്ഷയോടെയാണ് ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചയെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇറാൻ പ്രസിഡന്റ്, തുർക്കി പ്രസിഡന്റ്, ഫ്രാൻസ് പ്രസിഡന്റ്, ബഹ്റൈൻ രാജാവ്, ലെബനൻ പ്രധാനമന്ത്രി, ഖത്തർ അമീർ, ജർമ്മൻ ചാൻസലർ, ഇങ്ങനെയൊക്കെയുള്ള ലോക നേതാക്കളാണ് ഇന്ന് പാകിസ്ഥാനെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യുകയും അതുപോലെ ഈ ചർച്ചയ്ക്ക് മുമ്പ് പ്രൈം മിനിസ്റ്റർ ഷെഹബാസ് ഷരീഫുമായി ഫോണിൽ സംഭാഷണം നടത്തിയത്. നമുക്ക് ഇന്ത്യൻ ടെലിവിഷൻ ചാനലുകൾ കണ്ടാൽ ഇങ്ങനെ ലോകം മുഴുവനും പാകിസ്ഥാനെ അഭിനന്ദിക്കുന്നുണ്ടെന്നും അതിൽ പാകിസ്ഥാൻ്റെ ഇതിൻ്റെ റോൾ, ഈ ഒരു നെഗോസിയേഷനിൽ അവർ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് എങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നതെന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ദാറ്റ്സ് എ ഫാക്റ്റ്. മറ്റൊരു വിഷയം, ഈ ചർച്ചകൾ നടക്കുന്നതിന് മുമ്പ് നാം ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പല തർക്കങ്ങളും പല ഡിഫറൻസുകളും ഫണ്ടമെൻ്റലായി നിലനിൽക്കുന്നുണ്ട്. അത് വീണ്ടും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പ് പാർലമെൻറ്റ് സ്പീക്കർ ഖലിബാഫ് വീണ്ടും ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയിരിക്കുന്നത്, 2 നിബന്ധനകൾ പാലിക്കുക തന്നെ വേണം, എങ്കിലേ ഈ ചർച്ചകൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് അദ്ദേഹം വീണ്ടും ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ലെബനനിലെ സീസ് ഫയർ നടപ്പിലാക്കണം. അതുപോലെ ഇറാൻ്റെ മരവിപ്പിച്ചിട്ടുള്ള സാമ്പത്തിക ആസ്തികൾ, ഈ ഫ്രോസൺ അസറ്റ്സ് മോചിപ്പിക്കണം. ഇത് രണ്ടുമാണ് ഖലിബാഫ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിബന്ധനകൾ. അതുപോലെ ഇറാനിൻ്റെ ഈ 10 പോയിൻ്റ് ഇറാൻ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ഡിമാൻഡും അമേരിക്കയുടെ 15 പോയിൻ്റ് ഫ്രെയിംവർക്കും, ഈ 2 വ്യത്യാസങ്ങളാണ് പ്രധാനമായും നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ചർച്ചകൾ ഇപ്പോൾ മുന്നോട്ട് പോകാൻ പോകുമ്പോഴും ലെബനനിൽ വലിയ തോതിലുള്ള അറ്റാക്കുകളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്രമണത്തിന് യാതൊരു അയവും വന്നിട്ടില്ല. ബുധനാഴ്ച നാം പറഞ്ഞിരുന്നു 300ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്, 1150 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഏതാണ്ട് 120 എയർ സ്ട്രൈക്കുകളാണ് ബുധനാഴ്ച ഈ സീസ് ഫയർ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം ഇസ്രായേൽ ലെബനനിൽ നടത്തിയത്. ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഏതാണ്ട് 4300 ഹെസ്ബുള്ള കേന്ദ്രങ്ങൾ അവർ ആക്രമിച്ചു. 1400 ഹെസ്ബുള്ള പോരാളികളെ അവർ കൊന്നിട്ടുണ്ട്, വധിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അതേസമയം ഇപ്പോഴും ലെബനിൽ നിന്ന് ഹെസ്ബുള്ളയുടെ റോക്കറ്റ് അറ്റാക്കുകൾ ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്, ലെബനനിൽ നിന്നുള്ള പലവട്ടം ഉള്ള റിക്വസ്റ്റ് പ്രകാരം തൻ്റെ മിലിറ്ററി ലെബനീസ് ഗവൺമെൻറ്റുമായി ചർച്ചകൾ നടത്തും, പക്ഷേ ഹെസ്ബുള്ളയുമായിട്ടുള്ള ഈ അറ്റാക്കുകൾ കണ്ടിന്യൂ ചെയ്യും എന്നാണ്
ഇസ്രായേൽ പ്രധാനമന്ത്രി നേതന്യാഹു പറയുന്നത്. നേതന്യാഹു തീർച്ചയായും ഹീസ് അണ്ടർ ലോട്ട് ഓഫ് പ്രഷർ. വാഷിങ്ടൺ, അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ലെബനനിലുള്ള യുദ്ധം നിർത്തിവെക്കാൻ. അതുപോലെ തന്നെ പല ലോകരാഷ്ട്രങ്ങളും യൂറോപ്പിലുള്ള പല നേതാക്കളും നേതന്യാഹുവിനോട് ഈ ലെബനനിലുള്ള സീസ് ഫയറും ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള പ്രഷർ നേതന്യാഹുവിൻ്റെ മേലെ വരുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് നേതന്യാഹു. അതുപോലെ തന്നെ ഈ ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും അതാണ് ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമാകാൻ പോകുന്നത്. ഇറാൻ പാർലമെൻറ്റിൻ്റെ ഒരു ദേശീയ ഒരു സുരക്ഷാ കമ്മീഷൻ തലവൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഹോർമുസ് കടലിടുക്കിന് വേണ്ടി ഒരു ടോൾ ഏർപ്പെടുത്താനാണ് ഇറാനിൻ്റെ പദ്ധതി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഇറാൻ കറൻസി ആയ റിയാലിൽ പേ ചെയ്താൽ മതി, ഈ ട്രാഫിക് ഫീസായി ടോളായി അങ്ങനെ പേ ചെയ്താൽ മതി എന്നാണ് ഇറാൻ പറയുന്നത്. അതുപോലെ ഇതൊരിക്കലും അമേരിക്കയോ അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കോ അംഗീകരിക്കാൻ പറ്റാവുന്ന ഒരു ഡിമാൻഡ് അല്ല എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 24 മണിക്കൂറുകളിലും ഹോർമുസ് കടലിടുക്കൂടെ വളരെ കുറച്ച് കപ്പലുകൾ മാത്രമേ കടന്നു പോയിട്ടുള്ളൂ ഇപ്പോഴും. അത് ഇറാനുമായി ബന്ധപ്പെട്ട ചില വെസലുകൾ മാത്രമാണ് കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും ഒരു ഫ്രീ പാസേജ് ഇറാൻ കപ്പലുകൾക്ക് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുപോലെ സീസ് ഫയറിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ ശാന്തമായി ആയിരുന്നു എങ്കിൽ പോലും കുവൈറ്റിൽ ഈ ഒരു സീസ് ഫയർ വയലേഷൻ നടന്നിട്ടുണ്ട്. കുവൈറ്റ് സൈന്യം പറയുന്നത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 7 ഡ്രോൺ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അത് പല അവരുടെ വൈറ്റൽ ഫെസിലിറ്റീസിനെ പലതും ഡാമേജ് ഉണ്ടായി എന്നാണ് കുവൈറ്റ് അധികൃതർ പറയുന്നത്. ചില സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കുവൈറ്റിലെ നാഷണൽ ഗാർഡിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്, അങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് യു എയിൽ നിന്ന് ഒരു യുടെ വിദേശകാര്യ മന്ത്രാലയം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് ഇറാൻ ആക്രമണങ്ങൾക്ക് ശേഷം UAE അവരുടെ ആഗോള ബന്ധങ്ങളും അതുപോലെ സാമ്പത്തിക നയങ്ങളും പുനഃപരിശോധിക്കും. ആരൊക്കെയാണ് UAE സപ്പോർട്ട് ചെയ്ത് നിന്നത്, അല്ലെങ്കിൽ ഇനി ഭാവിയിലേക്ക് എങ്ങനെയാണ് UAEയുടെ നയതന്ത്രപരമായും അതുപോലെ ഇക്കണോമിക് പോളിസീസും എങ്ങനെ രൂപീകരിക്കണം എന്നവർ പുനർചിന്തിക്കും എന്നാണ് UAE പറയുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ബിഗ് പിക്ചർ എടുക്കുകയാണെങ്കിൽ ചർച്ചകൾക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു. ഇന്നൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. രാവിലെ തന്നെ ഈ ചർച്ചകൾ നടക്കുകയില്ല, ഇറാൻ ഡെലിഗേഷൻ ഈ ചർച്ചകളിൽ പങ്കെടുക്കില്ല, ലെബനനിലുള്ള സീസ് ഫയർ നടന്നിട്ടില്ലെങ്കിൽ എന്നുള്ള തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. ഇറാനിലെ ഒരു ഫാർസ് ന്യൂസ് ഏജൻസി ആണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രേക്കിംഗ് ന്യൂസായി പല ചാനലുകളും ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. പക്ഷേ പിന്നീട് അപ്പോൾ അതൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ വേണ്ടി ഇറാനിൽ നിന്നും വന്നൊരു വാർത്തയാണോ എന്ന് പലരും സംശയിക്കുന്നു. കാരണം ഇറാൻ ഡെലിഗേഷൻ അതിനുശേഷം പാകിസ്ഥാനിൽ എത്തുകയും ഇനി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ ഇത് നടക്കും എന്ന് തന്നെയുള്ളൊരു വിശ്വാസത്തിലാണ്. കാരണം JD വാൻസ് അമേരിക്കൻ ഡെലിഗേഷൻ പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ലെബനൻ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ലെബനൻ സീസ് ഫയറിൽ യാതൊരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. ഹോർമുസ് കടലിടുക്കിൻ്റെ വിഷയത്തിൽ ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നു. അതുപോലെ ഈ സീസ് ഫയർ ഉടമ്പടി ഗൾഫ് രാജ്യങ്ങളിൽ കുവൈറ്റിൽ ഈ സീസ് ഫയർ വയലേഷൻസ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നാളെ ചർച്ചകൾ നടക്കാൻ പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ലോകം മുഴുവനും ഉറ്റുനോക്കുന്നത് നാളെ എന്തായിരിക്കും ഈ ചർച്ചകളിൽ നിന്ന് എന്ത് റിസൾട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളെ നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. എവറിബഡി എൻജോയ് യുവർ വീക്കെൻഡ്. താങ്ക് യു.